പ്രിയപ്പെട്ടവരെ, നമസ്കാരം. മുസ്രിസ് ചരിതം സമാരംഭിക്കുകയാണ്. ഇതിനൊരു നാടകം എന്ന് പറയാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. എൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭം കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും സപ്പോർട്ടോടും കൂടി നമ്മൾ തുടങ്ങുകയാണ്. ഇതൊരു എൻഗേജിങ് ഡ്രാമയോ ത്രില്ലിംഗ് സ്റ്റോറിയോ ഒന്നുമല്ല. നമ്മുടെ കൊടുങ്ങല്ലൂരിൻ്റെ ചരിത്രം, മുസ്രിസ് എന്ന തുറമുഖത്തിൻ്റെ ചരിത്രം നിങ്ങൾക്കായി വരച്ച് കാട്ടുകയാണ്. അതോടൊപ്പം കൊടുങ്ങല്ലൂർ മേഖലയിലുള്ള തനത് കലകൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സംരംഭമാണ്. എല്ലാവരുടെ പ്രാർത്ഥനകൾ ഉണ്ടാവണം. ഞങ്ങൾ ആരംഭിക്കുകയാണ്. നന്ദി. പെരുമകളുള്ളിലുറഞ്ഞൊരു നാട്, പെരുമാളിൻ പുകളു നിറഞ്ഞു പരന്നൊരു നാട്, പരദേശിപ്പായ കപ്പലു വന്നൊരു നാട്, പല വേദക്കാരും വന്ന കൊടുങ്ങല്ലൂര്, കടലോളം കഥയുള്ള കൊടുങ്ങല്ലൂര്, പലകാല പെരുമകളുള്ളിലുറഞ്ഞൊരു നാട്. കോവലനും കരളിൽ വിരിഞ്ഞൊരു നാട്, ഹസ്രത്ത് മാലിക് ദീനാർ വന്നൊരു നാട്, തോമാശ്ലീഹ ഇറങ്ങിയ നാട്, സ്വാഹിബിന്റെ നാട്, പി ഭാസ്കരന്റെ നാട്, മാനവ സ്നേഹത്തിൻ അത്ഭുത ദ്വീപ്, പലകാല പെരുമകളുള്ളിലുറഞ്ഞൊരു നാട്. ചെങ്കൊടിയും ചെമ്പട്ടും പുതച്ചൊരു നാട്, മണപ്പാടനും സീതി സാഹിബും ഉള്ളിലുള്ള നാട്, ചെന്തമിഴിൻ ചിന്തുകളെ പുണർന്നൊരു നാട്, വക്കം അബ്ദുൽ ഖാദറിനൊപ്പം വളർമയുള്ള നാട്, ലണ്ടനും പറങ്കിയും ചേരചോള പാണ്ഡ്യനും യവനനും യഹൂദനും അറബിയും യൂറോപ്യനും മതിമറന്ന നാട്, ഹായ് കൊടുങ്ങല്ലൂര്, പലകാല
പെരുമകളുള്ളിലുറഞ്ഞൊരു നാട്, പെരുമാടിൻ പുകളു നിറഞ്ഞു പരന്നൊരു നാട്, പരദേശിപ്പായ കപ്പലു വന്നൊരു നാട്, പല വേദക്കാരും വന്ന കൊടുങ്ങല്ലൂര്, കടലോളം കഥയുള്ള കൊടുങ്ങല്ലൂര്, കടലോളം കഥയുള്ള കൊടുങ്ങല്ലൂര്. ചരിത്രമെന്നത് കേവലം ഒരു പഠന വിഷയം മാത്രമല്ല. അത് മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയുടെ, വികാസത്തിൻ്റെ പടവുകളാണ്. അതിലുപരി ചരിത്രം ഒട്ടനവധി മനുഷ്യരുടെ ഓർമ്മകളുടെ നൈരന്തര്യം കൂടിയാണ്. ഓർമ്മകളില്ലാതെയായാൽ നമ്മൾ മനുഷ്യരില്ലാതെയാകും. അതിനാൽ നാം പിന്നിട്ട പാതകൾ, അനുഭവങ്ങൾ, നമ്മൾ കണ്ടുമുട്ടിയ മനുഷ്യർ, നമ്മുടെ വഴികളെ പ്രകാശഭരിതമാക്കിയ ജ്ഞാനികൾ, കലാകാരന്മാർ, ചിന്തകർ, നേതാക്കൾ എല്ലാം ആ ഓർമ്മകളുടെ അടരുകളിൽ കടന്നുവരും. ആ ഓർമ്മകൾ ഒരു ഊർജ സ്രോതസ്സാണ്. വരും കാലങ്ങളിൽ തിരിച്ചറിവുകളുടെയും അനന്തമായ മനുഷ്യസ്നേഹത്തിൻ്റെയും വിശ്വം നിറയുന്ന ചരാചര സ്നേഹത്തിൻ്റെയും ഊർജ സ്രോതസ്. ആ സ്രോതസ് തേടി നമുക്കൊരു യാത്ര പോകാം. നമ്മുടെ വേരുകൾ തിടം വെച്ച് വളർന്ന, നമ്മുടെ ബാല്യവും കൗമാരവും യൗവനവും ആടിത്തിമിർത്ത ഒരു പഴയ പ്രാർത്ഥനാ തീരത്തേക്ക്, ചരിത്രത്തിൽ നിറഞ്ഞു നിന്ന തുറമുഖ പട്ടണത്തിലേക്ക്, സാഹോദര്യത്തിൻ്റെ സുവർണ ഭൂമിയിലേക്ക്. ജുമാന, നീ ഒന്നുകൂടെ ഒന്ന് ആലോചിക്ക്. ചരിത്രം തന്നെ പഠിക്കണമെന്ന് നിനക്കെന്താണ് ഇത്ര വാശി? വാപ്പ, എൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ഇംഗ്ലീഷ് ലിറ്ററേച്ചറും ഹിസ്റ്ററിക്കാണെങ്കിൽ പഠിക്കേണ്ടത്. എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ഹിസ്റ്ററിക്കാണ്. ഇക്ക, അവള് പറയണത് ശരിയല്ലേ? കുട്ടികൾക്ക് ഇഷ്ടമുള്ളല്ലേ പഠിക്കുക. ഫാത്തിമ, നീ എന്തറിഞ്ഞിട്ടാണ് ഇവൾക്ക് ഇംഗ്ലണ്ടിൽ UK പോയി പഠിക്കണം എന്നാണ്? എൻ്റെ വാപ്പ, ഇപ്പോൾ എല്ലാ കുട്ടികളും ഫോറിനിൽ പഠിക്കാനാണ് ഇഷ്ടം. എൻ്റെ ക്ലാസ്സിലത്തെ കുട്ടികൾ എല്ലാവരും ഫ്രാൻസ്, UK, അമേരിക്കയിലൊക്കെയാണ് പഠിക്കാൻ നോക്കുന്നത്. വാപ്പ നാട്ടിൽ വിളിച്ചു ചോദിച്ചേ എല്ലാവർക്കും ഫോറിനിൽ പഠിക്കാനാണ് ഇൻട്രസ്റ്റ്. വാപ്പ കേട്ടിട്ടില്ലേ, 100 വർഷം മുമ്പ് നെഹ്റുവും ഗാന്ധിയും പഠിച്ചത് കാംബ്രിഡ്ജിലും ഇംഗ്ലണ്ടിലൊക്കെ അല്ലേ? അല്ലാ ജുമാന, നീ എന്തായി പറയണേ? ഇക്ക, ഇവള് പറയണ പ്രാന്തിനൊന്നും നിങ്ങള് തുള്ളണ്ടട്ടാ. ചരിത്രം പഠിക്കാനൊക്കെ ഇവിടെയോ നാട്ടിലൊക്കെ ആവാലോ. ഉമ്മ, വാപ്പാടെ ചന്ത വൈബിനൊക്കെ ഉമ്മ കൂട്ടിന്നു, അതിനെന്നെ കിട്ടൂല. ജുമോ, നീ വല്ലാണ്ട് നെകളിക്കല്ലേ. നിന്നെ ഇത്രയും വരെ പഠിപ്പിച്ചത് ഇങ്ങനെ തറുതല പറയാനാണോ? ഇതാണ് കുഴപ്പം. ഞാൻ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടാവും, അല്ലെങ്കിൽ എന്നെ ഉപദേശിച്ച് അടങ്ങേറാക്കും. എൻ്റെ മോളെ, ഇനി നീ കിടന്ന് കാറണ്ട. ഇംഗ്ലീഷും ചരിത്രവും പഠിക്കാൻ നീ ഇംഗ്ലണ്ടിലോ ഏത് ദുനിയാവിലേക്കോ വേണമെങ്കിൽ പൊക്കോ. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്. നമ്മുടെ ചരിത്രം, നമ്മൾ വന്ന വഴികൾ, ഇതൊക്കെ ഒന്നറിയണ്ടേ? നീ പറഞ്ഞ പോലെ ഇതൊരു തന്തവൈഭാഗം. എന്തായാലും നിന്റെ ഇഷ്ടം നടക്കട്ടെ. അതിനു മുമ്പ് കുറച്ച് നാൾ നീ നമ്മുടെ നാട്ടിലൊന്ന് പോയി നിൽക്കണം. ആ വഴികളിലൂടെ ഒന്ന് നടക്കണം. തന്തവൈബിൻ്റെ ചില വിത്തുകൾ ആ വഴികളിൽ കാണാം. ദേ തുടങ്ങി വാപ്പാരെ സെന്റി. ഇതിനും മാത്രം എന്തിരിക്കണ ആ കാട്ടുമുക്കില്? കുറെ അമ്മായിമാരും കൊച്ചാപ്പന്മാരും. നിന്റെ നിക്കാഹ് ആയില്ലേ? നിനക്ക് നല്ല മുഞ്ചുണ്ടല്ല. ഇത്താത്ത ഒരു ചെക്കനെ കണ്ടുപിടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇടങ്ങേറാക്കും. ദേവാപ്പ, നാട്ടിൽ നിന്ന് എന്നെ കെട്ടിക്കാന്ന് വിചാരിക്കണ്ട. എനിക്ക് പഠിക്കണം. ഞാനില്ല നാട്ടിലേക്ക്. ജുമാന, വാപ്പ പറയണ പോലെ കേട്ടാ മതി. ജുമാന, അടുത്ത മാസം നമുക്ക് എന്തായാലും ഒന്ന് നാട്ടിൽ പോകാം. ഒരു 10 ദിവസം. അത് കഴിഞ്ഞ് നമുക്ക് തീരുമാനിക്കാം. എന്റെ വാപ്പ, നിങ്ങൾ വല്ലാതെ നെർവസ് ആവല്ലേ.
ഒരു 10 ദിവസം അതൊക്കെ. പിന്നെ ലീവ് എക്സ്റ്റെൻഡ് ആക്കല്ലേ, ഞാൻ വരാം. നാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കോ ഫാത്തിമ. അതിനു മുമ്പ് നമുക്ക് സലാലയിലൊന്ന് പോകണം. ഫാത്തിമ, കാറിൻ്റെ കീ ഇങ്ങെടുത്തേ, ഞാൻ ഇറങ്ങാം. നമ്മുടെ കേരളം ലാസ്റ്റ് ഭരിച്ച പെരുമാളിന്റെ എന്തായിരുന്നു അയാളുടെ പേര്? ചേരുമാൻ പെരുമാൾ. അയാളുടെ ഖബറല്ലേത്? മോളെ, ഈ മക്ബറ വലിയൊരു ചരിത്രത്തിൻ്റെ ഭാഗമാണ്. കേരളത്തിൽ ഇസ്ലാം മതത്തിൻ്റെ ചരിത്രത്തിൻ്റെ തുടക്കം ഈ ഖബറിൽ നിന്നാണ്. കേരളത്തിലെ ചേര സാമ്രാജ്യത്തിലെ അവസാനത്തെ പെരുമാൾ ഭാസ്കര രവിവർമ്മ തൻ്റെ രാജ്യം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമിടയിൽ വീതിച്ചു നൽകി കൊടുങ്ങല്ലൂരിൽ നിന്ന് മക്കത്തേക്ക് കപ്പൽ കയറി എന്ന് മലബാർ മാനുവൽ എഴുതിയ വില്യം ലോകം പറയുന്നു. കേരളോൽപ്പത്തിയിലും ഇത് തന്നെ പറയുന്നുണ്ട്. വാപ്പാ, ഇതൊക്കെ എവിടുന്ന് കിട്ടി? ഇതൊന്നും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. ഉമ്മ കേട്ടിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഈ മൂപ്പര് കുറെ കിതാബുകളൊക്കെ ആയിട്ട് വരാറുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ജനിച്ച ശേഷം അവയൊന്നും തുറന്ന് തന്നെ കണ്ടിട്ടില്ല. വില്യം ലോകം പറയുന്നത് സഫറിലുള്ള പെരുമാളിൻ്റെ ഖബറിൽ കാണുന്നത് കൊല്ലവർഷം ആരംഭിച്ചതിനോടനുബന്ധിച്ചാണ് അവിടെ എത്തിയതെന്നാണ്. അതായത് മലയാള വർഷം ആരംഭത്തിൽ ഏകദേശം 1200 വർഷം മുമ്പുള്ള ഒരു മക്ബറയാണിത്. ഇന്ത്യയിൽ ഇസ്ലാം മത പ്രചരണത്തിനായി താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ച ഭാസ്കര രവിവർമ്മയും മാലിക് ബിൻ ദിനാറും സംഘവും യാത്രക്കിടയിൽ സലാലയുടെ ഈ തീരത്തെത്തി. ഇവിടെ വെച്ച് താജുദ്ദീൻ രോഗബാധിതനായി മരണപ്പെട്ടു. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് മാലിക് ബിൻ ദിനാർ കേരളത്തിലേക്ക് പുറപ്പെട്ടത്. അദ്ദേഹം ചെന്നെത്തിയതോ നമ്മുടെ ഉസിരിസിലും. അന്നത്തെ രാജാവ് നൽകിയ സ്ഥലത്ത് സ്ഥാപിച്ച പള്ളിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി. അപ്പൊ നമ്മുടെ ചേരമാൻ പള്ളിക്ക് 1200 വർഷം പഴക്കണ്ടോ? ഇതാ ഉമ്മ ചരിത്രം പഠിക്കണമെന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഇസ്ലാം എത്തിയിട്ട് 1200 വർഷം കഴിഞ്ഞു. ഏതാണ്ട് 20 ജനറേഷന് മുമ്പ്. തുറമുഖം കാണിച്ചു തരാനെന്ന് പറഞ്ഞിട്ട് ഈ ആളൊഴിഞ്ഞ ബീച്ചാണോ? ഈ വാപ്പയ്ക്കൊക്കെ ഒരു നൊസ്റ്റുവാ. നിനക്ക് തെറ്റി ജുമാന. ഇത് വാപ്പാൻ്റെ നൊസ്റ്റാൾജി ഒന്നുമല്ല. ഇവിടെ നിന്നാണ് അവസാനത്തെ ചേരുമാൻ പെരുമാൾ മക്കത്തേക്ക് കപ്പലേറിയത്. ഈ സ്ഥലത്തിനോട് ചേർന്നാണ് ലോകപ്രസിദ്ധമായ മുസിരിസ് തുറമുഖം ഉണ്ടായിരുന്നത്. വിശ്വസിക്കാൻ പറ്റണില്ല അല്ലേ? ഗ്രീക്കുകാരും റോമാക്കാരും ഈജിപ്ഷ്യൻ കച്ചവടക്കാരുമെല്ലാം വന്നിരുന്ന കൂറ്റൻ പത്തേമാരികൾ നങ്കൂരമിട്ട് കിടന്ന തിരക്കൊഴിയാത്ത തുറമുഖം. അതിൻ്റെ ഇന്നത്തെ രൂപമാണ് ഈ സ്ഥലം. ഇതിനോട് ചേർന്നുള്ള ഇടങ്ങളെല്ലാം വൻകിട കച്ചവട കേന്ദ്രങ്ങളായിരുന്നു. ഇന്നും പേരിൽ ബസാറുകൾ നിലനിൽക്കുന്നുണ്ട്. കുട്ടികൾക്ക് ചരിത്രം, അതും നമ്മുടെ നാടിൻ്റെ ചരിത്രം, ഇങ്ങനെയല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. ആരാ? എന്താ എന്താ വേണ്ടത്? ഇതാ പ്രശ്നം. എന്നെ ഇപ്പോൾ ആരും തിരിച്ചറിയുന്നില്ല. ഞാൻ ഈ മണ്ണിൽ അലിഞ്ഞു ചേർന്നിട്ട് 50 വർഷം കഴിഞ്ഞില്ലേ? എന്നാലും ഭയപ്പാടൊന്നും വേണ്ട. ഇയാൾ ചരിത്രം വിശദീകരിക്കുന്നത് കേട്ടപ്പോൾ നിങ്ങളെ കാണണമെന്ന് തോന്നി. ഞാൻ PA സെയ്ദ് മുഹമ്മദ് പോനാക്കുഴിയിൽ അഹമ്മദ് കുഞ്ഞിയുടെ മകൻ. പൊരി ബസാറിനടുത്താണ് ജനിച്ചത്. സംസ്കൃത ഭാഷയിൽ സാഹിത്യ വിശാരദ്,
സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പാസ്സായ ആളാ. ഒരർത്ഥത്തിൽ കൊടുങ്ങല്ലൂരിൻ്റെയും കേരളത്തിൻ്റെയും ചരിത്രം പഠിക്കുകയും എഴുതുകയും ചെയ്ത ആൾ. കേരള ഹിസ്റ്ററി അസോസിയേഷൻ രൂപീകരിച്ചത് എൻ്റെ മുൻകൈയിലാണ്. 20 വർഷം ഞാനതിൻ്റെ സെക്രട്ടറി ആയിരുന്നു. 9-ാം നൂറ്റാണ്ടിൽ ബാഗ്ദാദിൽ ജീവിച്ചിരുന്ന ചരിത്രകാരനായ അലി അൽബാരിയാണ് ചരിത്രത്തിലേക്കുള്ള എൻ്റെ അന്വേഷണങ്ങൾക്ക് വഴികാട്ടിയായത്. പ്രവാചകനായ മുഹമ്മദ് നബിയുടെ അതിഥിയായി 17 ദിവസം അറേബ്യയിൽ ചെലവഴിച്ച ചേരമാൻ പെരുമാളെക്കുറിച്ച് അലി അൽബാരി എടുത്തു പറയുന്നുണ്ട്. ആ പെരുമാളിൻ്റെ ഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത്. കുറേയേറെ ചരിത്ര പുസ്തകങ്ങൾ ഞാൻ എഴുതി. 1952 ചരിത്ര കേരളത്തിന് അന്നത്തെ മദ്രാസ് ഗവൺമെന്റിന്റെ അവാർഡും കിട്ടി. അപ്പോ ഉപ്പാപ്പ കുട്ടികൾക്ക് വേണ്ടി ഒന്നും എഴുതിയിട്ടില്ലേ? മിടുക്കത്തി. എന്താ പേര്? ജുമാല ലത്തീഫ്. ഇതുവരെ മലയാളം ശരിക്ക് പറയാൻ പഠിച്ചില്ല അല്ലേ? കുട്ടികളുടെ കേരള ചരിത്രം എന്നത് എൻ്റെ കൃതിയാണ്. കേരള സാഹിത്യ അക്കാദമി ലൈബ്രറിയിൽ കാണും. ഞാൻ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ തിരിച്ചു പോകുന്നതിന് മുൻപ് ഈ മണൽത്തിട്ടയിൽ ചെവി ചേർത്ത് വച്ച പണ്ട് ഈ തീരത്ത് കച്ചവടത്തിന് വന്ന ലന്താനക്കാരുടെയും റോമാക്കാരുടെയും അറബികളുടെയും ശബ്ദം കേൾക്കാം. പത്തേമാരികളുടെ പായയിൽ കാറ്റുപിടിക്കുന്ന ശബ്ദം കേൾക്കാം. കുരുമുളകിൻ്റെയും ഏലത്തിൻ്റെയും ഗ്രാമ്പുവിൻ്റെയും മണം വരും. ബസാറുകളിലൊക്കെ ഈ മലഞ്ചരക്കുകൾ നിറഞ്ഞ കാലമായിരുന്നു അത്. പക്ഷേ 1341 ഒരു വലിയ പ്രളയം നമ്മുടെ ഈ തുറമുഖത്തെ തുടച്ചു നീക്കി. അല്ലെങ്കിലും സാമ്രാജ്യങ്ങൾ വളരുകയും പിളരുകയും തകർന്ന് തരിപ്പണമാവുകയും ചെയ്യും. പ്രകൃതി നിയമമാണ്. കാലം എല്ലാത്തിനെയും മാറ്റി തീർക്കും. വാപ്പ, വെള്ളപ്പൊക്കം 2008 ഉണ്ടായത്. പിന്നെ ഒരു പഴയ 1999 വെള്ളപ്പൊക്കം. മോളെ, പല കാലങ്ങളിലായി കേരളത്തിൽ പ്രളയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ അറിയപ്പെടുന്ന ഏറ്റവും പഴയത് 1341 അതായത് 7 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. അന്നുണ്ടായ ആ പ്രളയം ഈ തുറമുഖത്തിൻ്റെ പ്രഭാവമില്ലാതാക്കി. വേഗം വാ, ഇരുട്ടു മുമ്പ് കുറച്ച് സ്ഥലങ്ങൾ കൂടി കാണണം. ഇതാണ് അഴീക്കോട് ബോട്ടിയെട്ടി. ഇവിടുന്ന് ജങ്കാറിന് അക്കരെ കിടന്നാണ് കൊച്ചിയിലേക്ക് പോയിരുന്നത്. ഇനിയിപ്പോൾ പാലം വരുന്നുണ്ട്. ദാ അക്കരെ മുനമ്പം ഹാർബറാണ്, കേരളത്തിലെ മത്സ്യബന്ധന കേന്ദ്രങ്ങളിലൊന്ന്. ഇതും പഴയ മുസിരിസിൻ്റെ ഭാഗമാണ്. ദാ അതാണ് വാപ്പ പഠിച്ച സ്കൂള്, സീതി സാഹിബ് മെമ്മോറിയൽ സ്കൂൾ. ലത്തീഫേ, നീ കുറെ വായിച്ചതല്ലേ? ഞാനാ സീതി സാഹിബ്. മുസ്ലിം ഐക്യ സംഘം എന്ന് കേട്ടിട്ടുണ്ടോ മോള്? എന്നാ അങ്ങനെ ഒരെണ്ണുണ്ടായിരുന്നു. അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് കെ സീതി മുഹമ്മദ് ഹാജിയുടെ മകനാ ഞാൻ, KM സീതി. ഈ അഴീക്കോട് തന്നെയാ എൻ്റെ ജന്മസ്ഥലം. എൻ്റെ കൂടെയുള്ളത് വലിയ പുള്ളിയാ, കാഞ്ഞ വിത്ത, മണപ്പാടൻ കുഞ്ഞു മുഹമ്മദ് ഹാജി. മണപ്പാടെന്ന് നാട്ടുകാർ വിളിക്കും. രക്തലേഖ എന്ന കത്തെഴുതിയ ആളാ. അന്ന് രാജാധികാരവും ബ്രിട്ടീഷ് മേൽക്കോയ്മയും കത്തി നിൽക്കണ കാലായിരുന്നു. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ കാലം. ചിങ്ങൊന്നിനു മുമ്പ് കർഷകരുടെ ദുരിതങ്ങൾക്ക് അറുതി വരുത്തിയില്ലെങ്കിൽ രക്തരൂക്ഷിതമായ വിപ്ലവം പൊട്ടിപ്പുറപ്പെടുമെന്നും അതിൽ രാജാവിന്റെ ജീവൻ പോലും നഷ്ടപ്പെടുമെന്നും ഈ പഹയൻ എഴുതി കളഞ്ഞു. അതിന് ജയിലിൽ കിടക്കേണ്ടിയും വന്നു. ജയിലിൽ നിന്ന് വിട്ടയച്ചപ്പോ സ്വീകരണം നൽകിയത് എറിയാട് ചന്തമൈതാനിയിൽ വെച്ച ഞാനായിരുന്നു അധ്യക്ഷൻ. സീതി, അതൊക്കെ ഒരു കാലം. അങ്ങനെ നമ്മൾ കുറച്ച് ആളുകൾ മെനക്കെട്ടിറങ്ങിയത് കൊണ്ട് പിന്നീട് വന്ന തലമുറകൾ അറിവിൻ്റെയും പുരോഗതിയുടെയും വെളിച്ചത്തിലേക്ക് വന്നില്ലേ? 1947 സീതിയല്ലേ കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ കോളേജിന് തുടക്കമിട്ടത്? ആ ഫറൂഖ് കോളേജിൻ്റെ സ്ഥിതി ഇപ്പം എന്താ? അന്ന് മുണ്ടാർ എസ്റ്റേറ്റിൽ നിന്നും 112 ഏക്കർ ഭൂമി എൻ്റെ കുടുംബസ്വത്തിൽ നിന്നും നീ സൂത്രത്തിൽ തരപ്പെടുത്തിയില്ലേ? പിന്നെ മക്കളെ, ഇയാൾ ആവേശം കയറിയ എന്നൊക്കെ കുഴപ്പക്കാരനാ. പിന്നെന്താ, വായിക്കും,
ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും പ്രസംഗങ്ങൾ മനോഹരമായി പരിഭാഷപ്പെടുത്തി അവതരിപ്പിച്ചിരിക്കുന്നത് സീതിയ. പിന്നെ ഇന്ന് കാണുന്ന PSC ഉണ്ടല്ലോ, അതിൻ്റെ ആവശ്യകത വ്യക്തമാക്കിയ ആളാ. ഞങ്ങൾ രണ്ടുപേരും കൊച്ചി നിയമസഭയിൽ അംഗങ്ങളായിരുന്നിട്ടുണ്ട്. ഞങ്ങളുടെ പോരാട്ടം അനീതിക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കെതിരെയുമായിരുന്നു. ആ സമരങ്ങൾ കാരണം ഈ നാടും നമ്മുടെ സമുദായവും പുരോഗമനത്തിൻ്റെയും അറിവിൻ്റെയും വെള്ളി വെളിച്ചത്തിലേക്ക് വന്നില്ലേ? ലത്തീഫേ, പഠിക്കുന്ന കാലത്ത് നീയും കുറെ വായിച്ചിരുന്നതല്ലേ? നിന്റെ ക്ലാസ് മുറിയിൽ ഉത്തരത്തിന്മേൽ കയറി നീ എഴുതിയിട്ട മുദ്രാവാക്യം അതവിടെ തന്നെ കിടപ്പുണ്ട്, ചെന്ന് നോക്ക്. ആ, സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒപ്പനയുടെ റിഹേഴ്സൽ നടക്കുന്നുണ്ട്, ഒന്ന് കയറി കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കടോ. പലരൊത്ത് കല്യാണമേ ഫർഹത്തിൽ നടന്നെത്തി മനക്കുള്ള പന്തലിൽ പടിവാതിൽ കടപ്പാനുള്ള അനുവാദമേ. വലുപ്പങ്ങൾ നമുക്കല്ല വിധിത്തതും പൈഗാംബർ നബിയുള്ള ബർക്കത്താലേ. പിറകങ്ങൾക്കത് കാണാൻ വിധി കൂട്ടി തരട്ടെ പൊൻ ഉലകത്തിൽ നബിയുള്ള തിരുമംഗലം. മൂല പുരാണ പുതുമാ മുഹമ്മദിൻ മാലക്കിണ കൊള്ളും ബീവി ഖദീജാന. മൂല പുരാണ പുതുമാ മുഹമ്മദിൻ മാലക്കിണ കൊള്ളും ബീവി ഖദീജാന. ആലപ്പു മാനപ്പു ഖോജ മുഹമ്മദിൻ ആശക്കടലോളം കൊള്ളും ഖദീജാന. ആലപ്പു മാനപ്പു ഖോജ മുഹമ്മദിൻ ആശക്കടലോളം കൊള്ളും ഖദീജാന. വേളി കൊണ്ടൊന്നിച്ചു വാർത്തും മുഹമ്മദിൻ പൊന്മാല കാട്ടിക്കൊടുത്ത ഖദീജാന. വേളി കൊണ്ടൊന്നിച്ചു വാർത്തും മുഹമ്മദിൻ പൊന്മാല കാട്ടിക്കൊടുത്ത ഖദീജാന. മംഗളത്തിൻ ഇമ്പമുറ്റ പദവി ദിനമേ കുറികുറിത്ത് മണ്ഡലത്തൊക്കെ പരക്കെ കഥകളറിവാൻ വിടകൊടുത്ത് ഭംഗിതത്താൽ മുൽക്ക് നഗരം പിറകെ മകുട പതിചമൈത്ത് ചുറ്റും തോരണക്കെട്ടതിരമതിലും സിതൈ വലിത്ത് അലങ്കാര പദവിയൊറ്റൊടുങ്ങാവണ്ണം ആതൃപ്പങ്ങൾ ചുരുക്കി ഞാൻ പറയും കന്നം. അലങ്കാര പദവിയൊറ്റൊടുങ്ങാവണ്ണം ആതൃപ്പങ്ങൾ ചുരുക്കി ഞാൻ പറയും കന്നം. പറവത വണ്ണമേ പലപതി ഇന്നും വരവത മന്നരും അമിറുകൾ പിന്നും അറിവർ നിന്നിട പുറനഗരിന്നും നഗരത്തിൽ പലതു ചാർയജമാനോരും മഹാഘോഷം നളർപ്പാനായി അണയുന്നോരും. നഗരത്തിൽ പലതു ചാർയജമാനോരും മഹാഘോഷം നളർപ്പാനായി അണയുന്നോരും. അണവിടും സരസര ശിരികളും പുരുഷർ തനമുടെ മദനരും ശിവശാപു പയ്യലർ ഗുണമുടെ സോജന ലിവസുകൾ അണൈവർ. ആണന്റെ ദീനം വേല അടുത്തടുത്തേ അരിപ്പപ്പു കുളർ ഹുസനുൽ ജമാലുരത്തേ. ആണന്റെ ദീനം വേല അടുത്തടുത്തേ അരിപ്പപ്പു കുളർ ഹുസനുൽ ജമാലുരത്തേ. ആദി മുതൽ പുരാണമായ തിരുമുത്തൊളിവേ ആയ പടപ്പിനെല്ലാം ആരിതാപിന്നായ തെളിവേ. മുഹമ്മദ് എന്ന കാരുണ പേർ പെറ്റൊളിവേ കാലം പശമ്മയിൽ പന്തല്ല പടച്ചു വെച്ച് ചോദി മികവു പെറ്റ മാണിക്യത്തില് വെച്ചൊളിവേ ചൊൽവാൻ 70,000,000 മികവ് പെറ്റ പാട്ടും കലീമ ചൊല്ലി പോറ്റും പുരാണ വാർത്ത പാർത്ത
നോക്കും തിരുവെളിവതിനാലെ തിരുവൊളി വെമ്പിന ദിമൃതിമിൽ പൊങ്ങി തെരുതെരെ ഒഴുകിന പുനലതുകൊണ്ട് തുയ്യവൻ പകുത്തും പത്താമീശം വെച്ചാൽ പത്താലൊരു മീശം വെച്ച മൈത്താനല്ല. തുയ്യവൻ പകുത്തും പത്താമീശം വെച്ചാൽ പത്താലൊരു മീശം വെച്ച മൈത്താനല്ല. മണം നല്ലേ ജിഗം പെരിയേ മനിതവതി സുവർക്കം മംഗഹൂറികൾ എങ്കും മാളിക മുത്താലേ വർണ്ണം. മണം നല്ലേ ജിഗം പെരിയേ മനിതവതി സുവർക്കം മംഗഹൂറികൾ എങ്കും മാളിക മുത്താലേ വർണ്ണം. മുത്തോട് മാല ചിത്തിരമേറും കത്തീര മാണിക്യക്കുളരാലും ചിത്തീര മാടത്തുമ്മുകളേറെ ഓമാന ജന്നത്തപ്പവൻ പൂക്ക ഓശാന ബീത്തിരുമംഗലമാക്കി ആയേസുവർക്കം ബിരുദമാക്കി എന്നും നിലനിൽക്കും തടി മൊഞ്ചത്തി എപ്പോഴും നിറം മങ്ങാതിരി വമ്പത്തി. എന്നും നിലനിൽക്കും തടി മൊഞ്ചത്തി എപ്പോഴും നിറം മങ്ങാതിരി വമ്പത്തി. സഭതോറും സമ്മതം ചോദിച്ച് നാരിത പോകുന്നേ മണവാട്ടി ഖദീജക്ക് മംഗളം നേർന്നിടനേ. സഭതോറും സമ്മതം ചോദിച്ച് നാരിത പോകുന്നേ മണവാട്ടി ഖദീജക്ക് മംഗളം നേർന്നിടനേ. ഈ നല്ല സുദിനത്തിൽ ഞങ്ങളെല്ലാവരും ഇരുപേർക്കും മംഗളം നേർന്നിടുന്നല്ല. ഈ നല്ല സുദിനത്തിൽ ഞങ്ങളെല്ലാവരും ഇരുപേർക്കും മംഗളം നേർന്നിടുന്നല്ല. കന്നി വെള്ളക്കാറുപോലെ കേരളത്തിൽ നീളെ കതിർ ചുരിഞ്ഞ ജൈത്രയാത്ര ഞങ്ങളോർപ്പു കാലേ. മുറ്റമഴി കോട്ടുനിന്നു മുക്കമെത്തുവോളം മുഗ്ധലാം നിൻ ജൈത്രയാത്ര ഞങ്ങളോർപ്പു കാലേ. പാടിടട്ടെ സുസ്വതന്ത്ര കണ്ഠമുയർത്തിങ്ങൾ പാടലമാം നിന്റെ കീർത്തി തലമുറകൾക്കായി. എങ്കിലെന്തീ ഹർഷബിന്ദു തങ്ങുമോ നിൻ കാതിൽ മംഗളാത്മനെ മുഹമ്മദ് അബ്ദുറഹ്മാനെ. ഇത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരാളുടെ വീടാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ വലിയൊരു അധ്യായം എഴുതി ചേർത്ത ധീരനായ പോരാളി മുഹമ്മദ് അബ്ദുറഹ്മാൻ. ജനിച്ചത് ഇവിടെയാണെങ്കിലും പ്രവർത്തിച്ചത് അധികവും മലബാറിലാണെന്ന് മാത്രം. കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തിലെ വലിയൊരു ദുരന്തമാണ് വാഗൺ ട്രാജഡി. 1921 തിരൂരിൽ നടന്ന നിഷ്ഠൂരമായ അടിച്ചമർത്തലായിരുന്നു അത്. 100 പേരെ കുത്തി നിറച്ച ബോഗിയുമായി കോയമ്പത്തൂരേക്കുള്ള യാത്രയിൽ കൊല്ലപ്പെട്ടത് 70 പേരാണ്. ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യ സമര സേനാനികളെ
കലാപകാരികളായി ചിത്രീകരിച്ച് കൊന്നുകളഞ്ഞ സംഭവം. അന്നാണ് സാഹിബ് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ അമരത്തെത്തുന്നത്. അന്ന് സാഹിബിന് 21 വയസ്സാണ് പ്രായം. ഇന്ത്യയിൽ അതിനു മുമ്പ് നടന്ന ക്രൂരമായ മനുഷ്യകുരുതി ജാലിയൻ വാലാബാഗാണ്. ഉമ്മറത്ത് ആരോ ഇരിപ്പുണ്ടല്ലോ, നമുക്ക് കേറി നോക്കിയാലോ? ശബ്ദം ഉണ്ടാകല്ലേ. മൂപ്പര് കേരളം കണ്ട ഏറ്റവും ധീരനും ശക്തനുമായ ദേശീയ നേതാവാ. ആരാ പുറത്തുനിന്ന് സംസാരിക്കുന്നത്? കയറി വരൂ. ഞാൻ മോൾക്ക് സാഹിബിനെ പറ്റി പറഞ്ഞു കൊടുക്കായിരുന്നു. ഞാൻ ലത്തീഫ്. മോള് ഒമാനിലാണ് പഠിക്കണത്. നമ്മുടെ നാടിൻ്റെ കഥകളൊക്കെ ഇവരറിയണ്ടേ? മോളെ, ഞാൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ, കറുകപ്പാടത്ത് അബ്ദുറഹ്മാന്റെയും അയ്യാനിൽ കൊച്ചൈശുമ്മയുടെയും മകൻ. നിങ്ങളൊക്കെ നല്ല നിലയിൽ പഠിച്ചു വളർന്ന് ഈ രാജ്യത്തെ സമുദായത്തെയെല്ലാം ഉന്നതിയിലെത്തിക്കണം. അതിനുവേണ്ടി മലബാർ ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കണ കാലത്ത് ഞാൻ കൊച്ചിൻ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി രൂപീകരിച്ചു. വിദ്യാഭ്യാസപരമായി ഏറെ പിന്നോക്കം നിന്ന ഒരു സമൂഹത്തെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഏറെ പണിപ്പെട്ടു. അന്നത്തെ കൊച്ചി ദിവാൻ വിജയരാഘവാചാര്യയെ കൊണ്ട് മുസ്ലിം കുട്ടികൾക്ക് സ്കോളർഷിപ്പും വിദ്യാർത്ഥിനികൾക്ക് സ്റ്റൈപ്പൻഡും അനുവദിപ്പിക്കുവാൻ സാധിച്ചു. 1921 ഒറ്റപ്പാലത്ത് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ഞാൻ KPCCയുടെ പ്രസിഡന്റായി. സെക്രട്ടറി എന്നെക്കാളും കരുത്തനായ EMS നമ്പൂതിരിപ്പാടായിരുന്നു. ആ കാലത്താണ് ബ്രിട്ടീഷുകാരുടെ നരനായാട്ടിന്റെ ക്രൂരമുഖം കണ്ടത്. ആ ദിവസങ്ങൾ മറക്കാൻ കഴിയില്ല. കലാപത്തിന്റെ നിലവിളികളുടെ മർദ്ദനങ്ങളുടെ കാലം. ഇന്ത്യക്കാരെ ഒരിക്കലും അവർ മനുഷ്യരായി കണ്ടിരുന്നില്ല. ഇന്ത്യയിലെ ജന്മിമാരും അധസ്ഥിതരോടും ഭൂമിയില്ലാത്തവരോടും പെരുമാറിയിരുന്നത് മനുഷ്യത്വരഹിതമായാണ്. എൻ്റെ മോൾക്ക് ഇംഗ്ലീഷുകാരുടെ ചരിത്രം പഠിക്കണമെന്നാ മോഹം. ചരിത്രം പഠിക്കണമെന്ന് പറഞ്ഞാ അവരെ പോലെ ആവാനല്ല, അറിവ് നേടാനാ. എന്താ മോളുടെ പേര്? ജുമാന. ഇപ്പോൾ +2 കഴിഞ്ഞു. ഇനി ഡിഗ്രിക്ക് ചേർക്കണം. ജുമാന ചരിത്രം പഠിക്കണം. സ്വാതന്ത്ര്യ സമര കാലഘട്ടം വരെ നമുക്ക് എഴുതപ്പെട്ട ചരിത്രം നമ്മൾ കണ്ടെത്തണം, രേഖപ്പെടുത്തണം. മോളെ പോലെ പുതിയ തലമുറ അത് ചെയ്യണം. ഞങ്ങളെപ്പോലെ ഒരുപാട് മനുഷ്യർ, പലരും പേര് പോലും രേഖപ്പെടുത്താത്ത മനുഷ്യർ, അവരെയൊക്കെ തിരിച്ചറിയണം, അവരുടെ ത്യാഗങ്ങൾ അറിയണം. ശരി മക്കളെ, നിങ്ങൾ ചെല്ലൂ. ഞാൻ ഇത്തിരി നേരം കിടക്കട്ടെ. അതൊരു പുതിയ നമ്പരാണ്. നല്ല രസമായിരിക്കും. അതെ, പക്ഷെ അബുക്കാടെ നമ്പർ വരുമ്പോഴേ പറയാൻ മറക്കരുത്. ഇല്ല, ആ കാറി ഓട്ടത്തിന്റെ ഇടയിൽ ഇന്നലെ എന്നെ മറന്നു, ഇന്നും മറക്കും. ഇന്നും മറക്കൂല കേട്ടോ. മൊയ്തു, എത്ര വേഗം ആളുകൾ നമ്മളെ മറന്നു പോകുന്നത്. 1954 അവകാശി എന്ന സിനിമ മുതൽ 2000 ജോക്കർ വരെ എത്ര സിനിമകൾ. അന്നത്തെ സിനിമാ ലോകമൊന്നും അല്ലടോ ഇപ്പോ. അന്നൊക്കെ നായകനും ഉപനായകനും ഹാസ്യനടന്മാർക്കും ഒരൊറ്റ പന്തിയായിരുന്നു. ഇന്നോ സൂപ്പർ സ്റ്റാറുകളുടെ വാഴ്ചയല്ലേ. കുഞ്ഞാലി, ഈ കാലത്തിനിടയ്ക്ക് നീ എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് ഓർമ്മയുണ്ടോ? ഏകദേശം 860 സിനിമകളിൽ വേഷമിട്ടു മൊയ്തു. ഞാനും ബാസിയും കൂടെ തകർത്തു വാരിയില്ലേ. ലോറലൻ ഹാഡിന്ന എന്നെയും ബാസിനെയും ചേർത്ത് പത്രക്കാർ വിളിച്ചിരുന്നത്. പ്രേം നസീറും മധുവും തിക്കുറിശിയും മുതുകുളവും പങ്കജവും ഭവാനിയും ഒക്കെ ചേർന്ന് സിനിമാ കൊട്ടകയിൽ തകർക്കായിരുന്നില്ലേ. തിക്കുറിശിയ എനിക്ക് ബഹദൂർ പട്ടം തന്നത്. ഇപ്പോ പഴയ പേര് നിനക്ക് മാത്രമേ ഓർമ്മ കാണൂ. എൻ്റെ കാര്യത്തിലും വല്ലാത്ത വേദനയുണ്ട്. നോവലുകളും കഥകളുമായി 70ഓളം അല്ല 75 കൃതികൾ, 10 നോവലുകൾ സിനിമകളാക്കി. ഉമ്മ എന്ന നോവൽ സിനിമയാക്കിയപ്പോൾ KP ഉമ്മറായിരുന്നു നായകൻ. കുട്ടിക്കുപ്പായം,
യത്തീം, മൈലാഞ്ചി, മണിയറ ഇവയുടെയൊക്കെ കഥയും തിരക്കഥയും എഴുതി. അല്ലാഹു അക്ബർ എന്ന സിനിമ സംവിധാനവും ചെയ്തു. എന്നിട്ട് സിനിമാ ചരിത്രത്തിലോ സാഹിത്യ ചരിത്രത്തിലോ എൻ്റെ പേരുണ്ടോ? കുഞ്ഞാലി പറ. എന്നാലും മൊയ്തു, നമ്മള് കൊടുങ്ങല്ലൂരുകാര് സിനിമാ ലോകം ഭരിച്ച കാലുണ്ടായില്ലേ? നീ, ഞാന്, ഭാസ്കരൻ മാഷ്, ഇപ്പൊ ദേ കമലും. ദേ പറഞ്ഞു നാവെടുത്തില്ല, വല്ലാത്ത നസീബ് തന്നെ. കമല് വരുന്ന വരവ് നോക്ക്. എന്താ രണ്ടുപേരും കൂടി ഒരു കിസ്സ? എന്നെ പറ്റി വല്ല പരദൂഷണമാണോ? അതൊന്നും അല്ലടോ, ഞങ്ങള് പഴയ സിനിമാ കഥകളൊക്കെ പറഞ്ഞ് ചായ കുടിക്കാണ്. ദേ മൊയ്തു, ഇവന്റെ നേതൃത്വത്തിലാ എന്നെ ഓർമ്മിക്കാൻ ഒരു ഏർപ്പാടുണ്ടാക്കിയത്, ബഹദൂർ ഫൗണ്ടേഷൻ. കമലെ, മൊയ്തുവിനെ ഓർക്കണോട്ടാ. മലയാള സിനിമാ ചരിത്രം ഇവനെ മറന്നൂടാ. ചരിത്രം ഇങ്ങനെ നിൽക്കാതെ ഒഴുകുകയല്ലേക്ക. പലപ്പോഴും അനർഹർ ആദരിക്കപ്പെടും, അർഹരായവർ മാറ്റി നിർത്തപ്പെടും. കുറച്ചു കാലം കഴിഞ്ഞാ ഞാനും മറവിയിലേക്ക് തള്ളപ്പെടും. എന്നെപ്പോലും അതിശയിപ്പിച്ച സിനിമാക്കാരനാ സലീം പടിയത്ത്. ഖരാക്ഷരങ്ങൾ എന്ന സിനിമയ്ക്ക് ദേശീയ അവാർഡ് നേടിയ ആളാ. ഇപ്പോ എത്ര ചെറുപ്പം പിള്ളേരാ കൊടുങ്ങല്ലൂരിൽ നിന്ന് സിനിമയില്. ഇക്കറിയോ? PS റഫീഖ്, PK ബിജു, KR സുനില്, നമ്മുടെ പിൻഗാമികൾ ഇവിടെ ഉണ്ട്. കൊടുങ്ങല്ലൂരിന്റെ സിനിമാ പാരമ്പര്യം വളരുകയാണ്. മോളെ, നമുക്കൊരു ചായ കുടിക്കാല്ലേ? മോളെ, ദേ കമൽ സാറ്. കമൽ സാറേ, ഞാനാ ലത്തീഫ്. ലത്തീഫേ, എന്താ കുട്ടികളുടെ ഒപ്പം ഒരു സവാരി? കമലിക്ക, ഇവര് നമ്മുടെ നാടിനൊന്നും അറിയണ്ടേ, ആളുകൾ മനസ്സിലാക്കണ്ടേ. ഇത് ദേ മൊയ്തൂനും കമലിനും ഇപ്പോഴും ഞാനൊരു ജോക്കറാ. അല്ലെങ്കിലും സിനിമയിലും ജീവിതത്തിലും ഞാനൊരു ജോക്കറാടോ. എങ്ങളിങ്ങനെ സെന്റി അടിക്കല്ലേ. വാ പോകാം. ലത്തീഫേ, ഇന്ന് വൈകിട്ട് കൊടുങ്ങല്ലൂർ ബോയ്സ് സ്കൂളിൽ വാ. അവിടെ P ഭാസ്കര മാഷ അനുസ്മരണം നടക്കുന്നുണ്ട്. ഭാസ്കര മാഷ പാട്ടുകളൊക്കെ പാടുന്നുണ്ട് നീ. പിന്നെ പഴയ ചങ്ങായിമാരൊക്കെ ഒന്ന് കാണാലോ. ലത്തീഫേ, നീ ആകെ ഒന്ന് തടിച്ചു മിനിങ്ങിയിട്ടുണ്ടല്ലോ. എത്ര വർഷമായി കണ്ടിട്ട്? ഞാനൊരു 3 വർഷമായിട്ട് ഇവിടെ തന്നെയുണ്ട്. ഇത് ജോസഫ് മാത്യു, എൻ്റെ ക്ലാസ്മേറ്റാ. കൊടുങ്ങല്ലൂർ ബോയ്സ് സ്കൂളിൽ 10ാം ക്ലാസ്സിൽ ഞങ്ങൾ ഒരുമിച്ചാ. മൂപ്പർക്ക് അന്നേ പള്ളിയും സൺഡേ സ്കൂളും ഒക്കെ വലിയ കാര്യമായിരുന്നു. മോളെ, ഈ പള്ളിക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രമുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്ത്യൻ ദേവാലയം ഇതാണ്. യേശു ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ തോമസ് ലീഹ ക്രിസ്തുവർഷം 20 കേരളത്തിലെ മുസ്ലിസിൽ കപ്പലിറങ്ങി. തുടർന്ന് അദ്ദേഹം 7 പള്ളികൾ സ്ഥാപിച്ചു. അന്ന് ക്രിസ്തുമതം സ്വീകരിച്ചവരെ സന്യാസി മാപ്പിളമാർ അഥവാ മാർത്തോമ സന്യാസികൾ എന്നാണ് വിളിച്ചിരുന്നത്. പിന്നീട് പല വിഭാഗങ്ങളും പല കാലങ്ങളിലുണ്ടായി. എങ്കിലും മാർത്തോമ പാരമ്പര്യം നിലനിന്നു. AD 52 അപ്പോ 1973 വർഷം മുമ്പോ അന്ന് മുസ്രീസ് എന്ന തുറമുഖം നിലനിന്നിരുന്നോ? ചരിത്ര വസ്തുതകൾ വിരൽ ചൂണ്ടുന്നത് കൊടുങ്ങല്ലൂരിൻ്റെ ആയിരക്കണക്കിന് വർഷം മുൻപുള്ള ചരിത്ര പ്രാധാന്യത്തിലേക്കാണ്. മുസിരി എന്ന പദത്തിൽ നിന്നാണ് മുസിരീസ് ഉണ്ടായത്. കുരുമുളക് വ്യാപാരത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു മുസിരീസ്. ഇവിടെ ഗ്രാമീണ റോമാക്കാരും ഗ്രീക്കുകാരും അറബികളും വ്യാപാരത്തിനായി വന്നിരുന്നു. ഫാദർ, അപ്പോ യൂറോപ്പിനെക്കാളും ഇംഗ്ലണ്ടിനെക്കാളും ഒക്കെ
ചരിത്ര പാരമ്പര്യവും പ്രാധാന്യവും കൊടുങ്ങല്ലൂരിനുണ്ടോ? തീർച്ചയായും. ക്രിസ്തുവിന് മുമ്പ് തന്നെ ഇവിടെ റോമാക്കാരും യഹൂദരും വന്നിട്ടുണ്ട്. ഇവിടെ റോമൻ ചക്രവർത്തിയായ അഗസ്റ്റസിന്റെ ക്ഷേത്രമുണ്ടായിരുന്നതായും പറയുന്നു. അതിൻ്റെ അർത്ഥം റോമാക്കാർക്ക് ഇവിടെ ഒരു കോളനി ഉണ്ടായിരുന്നിരിക്കണം. മുസിരിസിനടുത്ത് മാളയിലാണ് കേരളത്തിലെ യഹൂദരുടെ ഒരു സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നത്. ആ ലത്തീഫ്, കുട്ടികൾ ഭക്ഷണം കഴിച്ചിരുന്നോ? പാരിഷ് ഹാളിൽ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. ഒരാഴ്ച കഴിഞ്ഞ് ഇവിടുത്തെ പെരുന്നാളാ. അതിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്നത്. വേദ ക്ലാസ്സിലെ കുട്ടികളും അധ്യാപകരും മാർഗങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ നസ്രാനികളുടെ ഒരു കലാരൂപ. വാ, നമുക്ക് കാണാം. മേക്കണീം താ പീലിയുമായിൽ മേൽത്തോന്നും മേനിയും തേതൈ പിടുത്തതെണ്ടും കൈയും മെയ്യും എന്നേക്കും വാഴ്കവേ വാഴ്ക വാഴ്ക നമ്മുടെ പരീക്ഷയെല്ലാം ഭൂമിമേൽ വഴിക്കുറായി നടക്ക വേണ്ടി വന്നവരോ നാമെല്ലാം അഴിവുകാലം വന്നടുത്തു അലയുന്ന നിൻ മക്കളെ അഴിയായി വണ്ണം കാത്തരുൾവാൻ കഴിവു പേശുക മാർത്തോമൻ പട്ടുടൻ പാണിപ്പുടവ പവിഴമുത്തുമാലയും അലങ്കരിച്ച പന്തലിൽ വന്നുദക വേണം മാർത്തോമൻ അലങ്കരിച്ച പന്തലിൽ വന്നിടുന്തരുൾവ മാർത്തോമൻ അലങ്കരിച്ച പന്തലിൽ വന്നരുൾ തരെ താകൃതി തത്താതിമൃതത്തെ മരമോടു കല്ലുകൾ കനകം വെള്ളി മനമിയലും കടിച്ചെമ്പുമിരുമ്പും മറ്റും പാലാവക വേണ്ടും പണികൾ ഇന്ദേ തത്ത മഹിമയോടരുമകളെല്ലാം ചെയ്യും മനുവിവത്തി തിത്തത്തകതത്തികതത്താം തികതകതകതത്തികതത്താങ്കൃതത്തികതത്താങ്കൃതത്തികതത്താങ്കൃതത്തികതത്താതിമൃതത്തെ ഇമ്പമോടരുവികൾ തിരുമനസാലെ ഇയൽ വഴി വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുമ്പാകെ തകതാ തകതാ തകതാത്തി തിഗിതാ തിഗിതാ തിഗിതാത്തി തകതാത്തി വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാകെ വിധി പോലെ വാതത്താതത്താതമൃതത്തെ എന്നെ നീ കാത്തല്ലോ ഏറ്റങ്ങളേശാതെ എന്നതും പാഴായി തേകുന്നു ദൈവമേ
ചൊല്ലി പോരില്ല താകൃതി തത്താതിമൃതത്തെ ആനന്ദം വരുമാറ് മാലകമാർത്തിത്തിരിതാര ആകാശേ നിന്നിങ്ങു ലോകം ചേർന്ന് ആകാശേ നിന്നിങ് ലോകം ചേർന്ന് തെയ്യകതെയ്യത്തെ അതുപോരു ദണ്ണന്റെ മുമ്പിൽ ചെന്ന് ആദരാൽ നിന്നവൻ കൈകൾ കൂപ്പി ൊരു മൂനിവരൻ തന്നെ കണ്ട് തിരിതര കുമ്പിട്ടു നിന്നവൻ കേട്ടും നീക്കി തെയ്യകതെയ്യത്തെ മണിക്കല്ലായ മാർഗം നാളിൽ നാളിൽ തെളിയുന്നു മറ്റുള്ള നിവ്യാളന്മാർ മെല്ലെ മെല്ലെ ചവളുന്നു കണ്ടില്ലെന്നും ചൊല്ലുന്നവരെ കണ്ടാലധികം ചീറുന്നു കണ്ടു കണ്ടു ചൊല്ലാൻ ഇഷ്ടമാരോടൊക്കെ ചീരുന്നു കണ്ണീമാരി ടൈലൊക്കെ കൂടിച്ചേർന്നവരൊരു പോലെ കരിരുളി ടയ പഞ്ച മഞ്ചും തെളിവായി ചൊല്ലുന്നു എന്ന നേരം മാധവമാനം കോപിച്ചവരോട് ചൊല്ലുന്നു എന്ന നേരം മാധവമാനം ചൊല്ലി മനസ്സിലെന്ന് ദിനമേറി ഉള്ളവരോ തീയോടേറ്റം തീണ്ടാതെ സിമ കൂടാ ഓരോ കൂട്ട ഒത്തു കേട്ടു കോപിച്ചു കൊണ്ടു നിന്ന മുച്ചക്കോലും വാങ്ങി നിന്നങ്ങോങ്ങുമ്പോൾ ഭൂമിമാരം തേടിയോരെ കാൺമാറായി മുമ്പാതെ മനഗുണമുടയവൻ അരുളാൽ വാനവർ മഹിമയോടെ എത്തിയ നഞ്ഞുടനെ ഇരതിത്തീത്തൈ മറുതല നെറികെടും അതിനൊരു തേരതിൽ അങ്കലമായവർ പുകീച്ച് ഇരതിത്തീത്തൈ കൈക്കൊണ്ടവരൊരു ഞൊടിയളവാൽ ചെന്നറിയിച്ചവർ ജനമാലയ്ക്ക് ഇരതിത്തീത്തൈ കരുണയോടിതുവഴി ചൊൽവതിനഴകാൻ അങ്ങുമിങ്ങും മനസ്സിതുവരികെ ഇരതിത്തീത്തൈ നരവടു പലോ കിന്നരമഴകൾ നന്നു നീക്കുടു വെറുതരമേ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തീത്തൈ ഉടമ്പിൽ നിന്നുയിരെടുത്ത കാശേ ഉയരവനിരിപ്പിടം പുകീച്ച് ഇരതിത്തീത്തൈ കുടിച്ചു ധനമിത് മക്കളും വലുതിന് അരുളുവഴിക്ക് നടപ്പവരെ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തീത്തൈ പന്മിനിയൊഴിയ പെരിയോനരുവിട് തുറമുട് തേടി പുലരാമേ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തീത്തൈ തിത്തതകത തികതത്താം തികതകതകത തികതത്താംഗ്ര തിത്തത്താംഗ്ര തികതത്താംഗ്ര തിത്തത്തത്താദത്താദമൃതത്തൈ ഇത് കൊടുങ്ങല്ലൂർ കോട്ട സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം. ഇതിന് പല വിളിപ്പേരുമുണ്ട്. കൊടുങ്ങല്ലൂർ കോട്ട, കോട്ടപ്പുറം കോട്ട, സെൻറ് തോമസ് കോട്ട, ടിപ്പുവിൻ്റെ കോട്ട, ഇങ്ങനെ പല പേരുകൾ. AD 150 പോർച്ചുഗീസുകാരാണ് കോട്ട നിർമ്മിച്ചത്. അന്നത്തെ കൊച്ചി രാജാവാണ് കോട്ട കെട്ടാൻ സ്ഥലവും സൗകര്യവും ചെയ്തു കൊടുത്തത്. പിന്നീട് ഡച്ചുകാർ കോഴിക്കോട് സാമൂതിരിയുടെ സഹായത്തോടെ കോട്ട പിടിച്ചടക്കി. 1662 ഈ കോട്ട ഡച്ചുകാരുടേതായി. പിന്നീട് ടിപ്പു സുൽത്താൻ കോട്ട കീഴടക്കി. പെരിയാറിൽ വെള്ളം പൊങ്ങിയതോടെ മൈസൂർ പട ആക്രമണം അവസാനിപ്പിച്ച് തിരികെ പോയി. അന്ന് ടിപ്പുവിൻ്റെ പടയാളികൾ തെളിയിച്ചിട്ട വഴിയാണ് ടിപ്പു സുൽത്താൻ റോഡായി മാറിയത്. ഇക്ക ഇവിടെ എത്തിയ ചരിത്രം ഉറങ്ങുന്ന ഭൂമിയിൽ എല്ലായിടത്തും ഞാനുണ്ട്. നമ്മുടെ കൊടുങ്ങല്ലൂരിന്റെ സമഗ്ര ചരിത്രം എഴുതുക എന്നത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു. നിങ്ങളെ തേടി തേടി ഇവിടെയും എത്തിയല്ലേ. നിനക്കറിയോ,
ഈ കോട്ടയ്ക്കുള്ളിൽ എത്രയോ മനുഷ്യർ പിടഞ്ഞു വീണ് മരിച്ചിട്ടുണ്ട്. എത്രയോ മനുഷ്യരെ, സ്ത്രീകളെ, കുട്ടികളെയൊക്കെ കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ട്. കോട്ടകൾ വ്യാപാരത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് നിർമ്മിക്കും. പിന്നെ തടങ്കൽ പാളയവും ആയുധപ്പുരയുമായി മാറും. ഈ കോട്ട ഡച്ചുകാർ പിടിച്ചെടുത്തതിൽ ഒരു ചതിയുടെ കഥ കൂടിയുണ്ട്. പോർച്ചുഗീസുകാർക്ക് തുണയായി കൊച്ചി രാജാവ് അയച്ച പാലിയത്തച്ഛൻ കോട്ടയുടെ രഹസ്യ വഴികൾ ഡച്ചുകാർക്ക് ഒറ്റിക്കൊടുത്തു എന്ന്. എല്ലാ അധികാരവാഴ്ചകൾക്കും അനീതികളുടെയും ചതികളുടെയും കഥ പറയാനുണ്ടാകും. ആരാ? ഞങ്ങളാ സായുവേ, ഇന്ന് ഗോപുരത്തിൽ കളിയുണ്ട്. ഒന്ന് ഇറങ്ങിയിട്ട് പോ. ഗോപുരത്തില് ഇന്ന് ചവിട്ട് നാടകം അരങ്ങേറുന്നുണ്ട്. ചവിട്ട് നാടകം നമ്മുടെ കൊടുങ്ങല്ലൂരിന്റെ, അതായത് പഴയ മുസ്ലിംസിന്റെ സംഭാവനയാണ്. പോർച്ചുഗീസുകാര് മതം മാറ്റിയ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയ ഒരു കലാരൂപം. അതിന്റെ വേരുകൾ ഗോപുരത്തിലും കൊച്ചിയിലും പരിസരത്തും ഇപ്പോഴുമുണ്ട്. 500 വർഷം മുൻപ് 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചിന്നത്തമ്പി അണ്ണാവിയാണ് ഈ കലാരൂപം ചിട്ടപ്പെടുത്തിയതെന്ന് പറയപ്പെടുന്നു. കഥകളിയേക്കാളും പഴക്കമാർന്ന കലാരൂപം. സായുവേ, ഇന്ന് ഡ്രസ് റിഹേഴ്സലാ. ഇവിടുന്നേ ഇതിട്ട് പോയാ പിന്നെ ഊഴങ്കാത്ത് മേക്കപ്പിനിരിക്കണ്ടല്ലോ. ഇന്ന് ഏതാ നാടകം? ബ്രഷീന നാടകമാക്കാമെന്നാണ് ആദ്യം ഗോതുരുത്തി ജോൺ മാഷ് പറഞ്ഞത്. പിന്നീടത് കാറൽമാൻ ചരിതമാക്കി. അതില് റോളൻഡിന്റെ റോളാ എനിക്ക്. എന്നാ നീ 2 പദം പാടി ഒന്ന് ചോട് വയ്ക്ക്, ഇവരൊന്ന് കാണട്ടെ. വെക്കടാ, ഒരു രസല്ലേ, ഞങ്ങള് പാടാം. ഈ മണ്ണിൽ ചൂട് വെച്ചാ കാല് വേദനിക്കും. തട്ടും വേണമെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. സാരമില്ല, എന്നാ തുടങ്ങ്. അപ്പൊ ഞങ്ങ പോണ്. ലത്തീഫെ, ഇനി എങ്ങട്ടാ യാത്ര? ഇനി ചേരമാൻ പള്ളിയിലേക്ക് പോകണം. ചേരമാൻ പെരുമാളിൻ്റെ ഖബർ മാത്രമേ ഇവർ കണ്ടിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പഴക്കമേറിയ പള്ളി കാണിച്ചു കൊടുക്കണം. പഴയ പള്ളിയൊക്കെ മാറി ഇപ്പൊ പുതുക്കി പണിതിട്ടുണ്ട്. എന്നാ നേരം വൈകണ്ട. ആ സഖാവേ, എന്തൊക്കെയുണ്ട് വിശേഷം? ഹാ, സുഖം. എന്താ ഈ നേരത്ത്? എൻ്റെ ഒരു സുഹൃത്തും ഫാമിലിയും ചേരമാൻ പള്ളി കാണാൻ വരുന്നുണ്ട്. ഏറിയാട്ടുകാരനാ, വേണിച്ചാൻ അറിയായിരിക്കും, ലത്തീഫ്. അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. ലത്തീഫേ, സമയത്തിന് തന്നെ എത്തിയല്ലോ. എന്താ പതിവില്ലാതെ കാണണമെന്ന് പറഞ്ഞത്? ഈ പിള്ളേർക്ക് ചരിത്രപ്രസിദ്ധമായ ഇടങ്ങൾ കാണിക്കാൻ ഇറങ്ങിയതാ.
ദേ ഈ സഖാവിനെ അറിയില്ലേ? അമ്പാടി വേണു. എനിക്കറിയാം, പഴയ കുടികിടപ്പ് സമര നായകനല്ലേ? വലിയ പണിക്കന്തുരുത്തിലും കോട്ടപ്പുറത്തും സമരം നയിച്ച ആൾ. അന്ന് എത്ര മർദ്ദനമേറ്റതാ, ജന്മികളുടെയും പോലീസിന്റെയും. ഇവരൊക്കെ തല്ലുകൊണ്ടിട്ടാ കുറെ പേർക്ക് തലചായ്ക്കാൻ ഇടം കിട്ടിയത്. കൊടുങ്ങല്ലൂരിൽ സ്വാതന്ത്ര്യ സമരത്തിന് മുൻപും ശേഷവും ശക്തരായ സമരങ്ങളും ചെറുത്തുനിൽപ്പുകളും ഉണ്ടായിട്ടുണ്ട്. അധികാരം നേടിയതുകൊണ്ട് മാത്രം മനുഷ്യർ സ്വതന്ത്രരാവില്ല. എല്ലാ മനുഷ്യർക്കും നിർഭയമായി ജീവിക്കാനും സ്വന്തം അധ്വാനത്തിൻ്റെ കൂലി കൃത്യമായി ലഭിക്കാനും കഴിഞ്ഞാലേ സ്വാതന്ത്ര്യത്തിന് അർത്ഥമുള്ളൂ. അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അടിയുറച്ച പ്രവർത്തകനായിരുന്നു PK എന്ന് ഞങ്ങൾ വിളിക്കുന്ന PK അബ്ദുൽ ഖാദർ. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ സ്കൂളിൽ നിന്ന് പുറത്തായ ആളാ PK. 1954 ഈ ഗോപാലകൃഷ്ണ മേനോനെ തോൽപ്പിച്ച മൂപ്പര് MLA ആയത്. 1960 കർഷക പ്രക്ഷോഭങ്ങളുടെയും കുടികിടപ്പ് സമരങ്ങളുടെയും തീച്ചൂളയിൽ PK കോൺഗ്രസ് വിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു. പക്ഷേ 1971 സെപ്റ്റംബർ 17 അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു. വേണുചേട്ടാ, അതിനുശേഷം കാഞ്ഞിരിപ്പുഴയിലൂടെ വെള്ളം എത്ര ഒഴുകി. പടിയത്ത് മണപ്പാട്ട് കുഞ്ഞിമുഹമ്മദ് ഹാജിയുടെ മകന് രാഷ്ട്രീയം ഒരു പാരമ്പര്യമായിരുന്നു. ഈ കൊടുങ്ങല്ലൂര് എല്ലാ കാലത്തും ഏത് നാട്ടിലെ മനുഷ്യർക്കും അഭയം നൽകിയ സ്ഥലമാണ്. എല്ലാ മതങ്ങളെയും സമുദായങ്ങളെയും ഇരു കൈ നീട്ടി സ്വീകരിച്ചു. അവരുടെ നിലനിൽപ്പിനും ആരാധനയ്ക്കും വേണ്ടത് നൽകി. അതിന് ഏറ്റവും നല്ല ഉദാഹരണമല്ലേ ചേരമാൻ ജുമാ മസ്ജിദ്. വാ, ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയം കാണാം. അതിനകത്ത് പുണ്യപുരാതനമായ ഒട്ടേറെ വസ്തുക്കളുണ്ട്. 1000-ലധികം വർഷം പഴക്കമുള്ള ചരിത്രത്തിൻ്റെ തിരുശേഷിപ്പുകൾ. സഖാവേ, കാണാം. എന്നാ ശരി ലത്തീഫേ, മക്കൾക്ക് കൊടുങ്ങല്ലൂരിന്റെ ചരിത്രം പറഞ്ഞു കൊടുക്ക്. ഓക്കെ. നല്ല പാട്ട്. ഇതാരെ എഴുതിയേ? നല്ല ഭാവന. ഇത് ഭാസ്കര മാഷ് തന്നെ എഴുതിയതാണ്. ഒന്ന് ഓർത്തു നോക്കൂ, സിനിമയ്ക്ക് വേണ്ടി മാഷ് എഴുതി സംഗീതം നൽകിയ പാട്ടാണ്. നല്ല മലയാളത്തിൻ്റെ മണമുള്ള പാട്ടുകൾ. ഓ, ഞാൻ ഇങ്ങനെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ടോ? ഉണ്ടാവും. പണ്ട് ഇതുപോലൊരു യാത്രയിൽ ഒരു പാട്ട് കേട്ടിരുന്നു. ഒരു ലോറി ഡ്രൈവർ രാത്രിയിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ രസകരമായി പാടിയ പാട്ട്. കായലരികത്ത് വലയെറിഞ്ഞപ്പം വളകിലൂക്കിയ സുന്ദരി. അതും ഞാൻ എഴുതിയതാ. പാവം ഡ്രൈവർ കാശ് വാങ്ങാതെ എന്നെ നാട്ടിലെത്തിച്ചു. അല്ല, ഇയാളെ മനസ്സിലായില്ലല്ലോ. എന്താ പേര്? ഞാൻ പതിയാശ്ശേരിയിൽ നാരായണമേനോന്റെ മകൻ വിജയൻ. കോളേജിൽ മലയാളം അധ്യാപകനായിരുന്നു. ഞാൻ നന്ദിയലത്ത് പത്മനാഭമേനോന്റെ മകനാ. അച്ഛനെ അറിയില്ലേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊടുങ്ങല്ലൂർ കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു. ഇതൊക്കെ എല്ലാ കൊടുങ്ങല്ലൂരുകാർക്കും അറിയാം. മാഷും ഒട്ടും മോശമായിരുന്നില്ലല്ലോ. മലയാള സിനിമാ പാട്ടുകളുടെ തലവര മാറ്റി എഴുതിയില്ലേ? നീലക്കുയിലിൽ നിന്നാണ് മലയാള സിനിമയുടെ ഭാവുകത്വം ആരംഭിച്ചത്. ഇന്ത്യൻ പ്രസിഡന്റിന്റെ രജതകമലം നേടിയ ആദ്യത്തെ മലയാള ചിത്രം സംവിധാനം ചെയ്തതും അതിൽ അഭിനയിച്ചതും മാഷല്ലേ? മാഷേ,
ഈ ഓർമ്മകളാണ് മലയാളിയെ വഴി നടത്തുന്നത്. ഓർമ്മകൾ ഇല്ലാതായാൽ മനുഷ്യർ ഇല്ലാതാകും. ആ, വിജയന് നല്ല ഓർമ്മശക്തിയും ബുദ്ധിയും ഉണ്ട്. എനിക്കിതൊന്നും അത്ര ഓർമ്മയില്ല. നമുക്കല്പം നടക്കാം, വരൂ. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ലത്തീഫെ, ആ രണ്ടുപേരെ കണ്ടോ? ഒരാൾ ജീവിതകാലം മുഴുവൻ കർമ്മനിരതനായി ജീവിച്ച് മറവിയുടെ ഉള്ളറകളിലേക്ക് പോയ എഴുത്തുകാരൻ. അപരൻ ജീവിച്ച കാലം മുഴുവൻ ജാഗ്രതയോടെ അനീതികളെക്കുറിച്ച്, ജനാധിപത്യ ധ്വംസനങ്ങളെക്കുറിച്ച് ജനതയെ നിരന്തരം ഓർമ്മിപ്പിച്ച് പൊടുന്നനെ പടിയിറങ്ങിപ്പോയ ആൾ. രണ്ടുപേരും കൊടുങ്ങല്ലൂരിൻ്റെ മണ്ണിൽ ജനിച്ചവർ. ഒരാൾ മലയാള സിനിമയ്ക്ക്, സിനിമാ ഗാന സംസ്കാരത്തിന് നിസ്തുലമായ സംഭാവന നൽകി. കേരളത്തിലെ ആദ്യത്തെ ദൃശ്യമാധ്യമത്തിൻ്റെ അമരക്കാരൻ പി ഭാസ്കരൻ. മറ്റേയാൾ മലയാളിയുടെ സർഗാത്മകതയിൽ നിരന്തരം ഇടപെട്ട് നവീകരിക്കുകയും നവീന കാവ്യഭാവുകത്വത്തിനും വായനാനുഭവത്തിനും രാജപാത തെളിച്ചയാൾ പ്രൊഫസർ MN വിജയൻ. ഇനിയും ഈ മണ്ണിൽ കുറേയേറെ എഴുത്തുകാർ പിറന്നിട്ടുണ്ട്. ഡോ, അപ്പ താനെന്നെ മറന്നോ? തൻ്റെ അളിയനായതുകൊണ്ടാണോ? ഇത് VT നന്ദകുമാർ, മലയാള സാഹിത്യത്തിൽ കോളിളക്കം സൃഷ്ടിച്ച കൃതിയുടെ കർത്താവ്. 2 പെൺകുട്ടികൾ, പിന്നീടത് സിനിമയായി. 20ഓളം നോവലുകളും 10ഓളം ചെറുകഥാ സമാഹാരങ്ങളും 4 നാടകങ്ങളും എഴുതിയ പ്രതിഭാശാലി. എൻ്റെ സഹോദരി ലളിതേച്ചിയുടെ ഭർത്താവാണ്. രക്തമില്ലാത്ത മനുഷ്യൻ എന്ന നോവലും സിനിമയായി. കൊടുങ്ങല്ലൂരിൽ ഒട്ടേറെ സാഹിത്യകാരന്മാരുണ്ടായിട്ടുണ്ട്. മൺമറഞ്ഞു പോയ KA ജബ്ബാറിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? റെയിൽവേ ജീവനക്കാരനായിരുന്നു. കൽക്കത്തയിൽ നിന്ന് മലയാളി എന്ന മാസിക പ്രസിദ്ധീകരിച്ചു. കേരളം ഉണരുന്നു, 5 കടത്തെങ്ങ്, ഇതൊക്കെ ജബ്ബാറിൻ്റെ സൃഷ്ടികളാണ്. K കാട്ടകൻ ഏതാണ്ട് 10 കൃതികൾ എഴുതി. ഇപ്പോൾ TK ഗംഗാധരൻ്റെ കാലമാണ്. അക്കാദമി സമഗ്ര സംഭാവന പുരസ്കാരം നൽകിയിട്ടുണ്ട്. TK ഗംഗാധരൻ 15ഓളം നോവലുകളും 10ഓളം ചെറുകഥാ സമാഹാരങ്ങളും എഴുതി. ബഹുകേമൻ. നന്ദേട്ടാ, കവികളും ഒട്ടും മോശമല്ല. ബക്കർ മേത്തല, MS ബനേഷ്, സെബാസ്റ്റ്യൻ, മുരളീധരൻ ആനാപ്പുഴ, രാജൻ കോട്ടപ്പുറം, ഇങ്ങനെ പുതിയ കാലത്തെ കവികൾ എത്രയോ. കൊടുങ്ങല്ലൂരിൻ്റെ ചിത്രകാരന്മാരും ഫോട്ടോഗ്രാഫർമാരും ലോകപ്രസിദ്ധരല്ലേ? ഡാവിഞ്ചി സുരേഷ് വ്യത്യസ്ത മീഡിയങ്ങളിൽ കരവിരുത് തെളിയിച്ച ആളാ. വെള്ളം മുതൽ വയലുകൾ ഉൾപ്പെടെ സ്വന്തം ക്യാൻവാസാക്കിയ വ്യക്തി. ലഹരിക്കെതിരെ തൃശൂർ റൗണ്ടിൽ തീർത്ത ശില്പം ഞാൻ കണ്ടു, വാർത്തയും വായിച്ചു. കലാകാരൻ ആവശ്യം ഈ സാമൂഹ്യ പ്രതിബദ്ധതയാണ്. എത്ര കലാകാരന്മാരായി ഈ മണ്ണിൽ. ആർട്ടിസ്റ്റ് മാധവ മേനോൻ, നാരായണ മേനോൻ, കാർട്ടൂണിസ്റ്റ് കൂടിയായ ആർട്ടിസ്റ്റ് വത്സൻ, കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടിച്ചേട്ടൻ, ആർട്ടിസ്റ്റ് സുധി, പിന്നെ ചിത്രകാരൻ സുനിൽകുമാറും. മാഷേ, ഇനി കൊടുങ്ങല്ലൂർ കോവിലവും കൂടി ഒന്ന് കാണണം. നടക്കട്ടെ. വാമൊഴിയായും വരമൊഴിയായും കിട്ടിയ ഓണപ്പാട്ടുകൾ, കൈകൊണ്ടുള്ള കൊട്ടിപ്പാട്ടിനൊപ്പം കാൽ ചുവടുകളും, പാട്ടിൻ്റെ അർത്ഥതലവും രസതന്തുവും ചോരാതെയുള്ള ചലനവേഗങ്ങൾ, ഗൃഹാതുരമായ ഓർമ്മകളെ തഴുകിയുണർത്തുന്ന ഓണക്കളികൾ ഉൾനാടൻ ഗ്രാമങ്ങളുടെ ഉണർത്തുപാട്ടുകളായിരുന്നു. മല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ. മല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ. അനവധി വെൺകൊറ്റക്കുട ചൂടി ആകാശം
പന്തൽ ചാർത്തി നീഹാരം മുത്തണിമണിയേകി സ്വർണ്ണക്കൊലുസിൻ സരിഗമ്മ പാടി ചുവടുവച്ചു വന്നു മെല്ലെ കാതിലോതിടുന്നു ചേല നീക്കി നീങ്ങും കാറ്റും ലജ്ജയോട് മൂളി രണ്ട് മല്ലികപ്പൂ കണ്ട ചന്തമില്ല കരളേ ഉമ്മ വച്ചുണർത്താനരുതേ മോഹമില്ല കരളേ അരളിയിലൊരു കിളി കൊഞ്ചിപ്പാടി അന്നേരം ഒരു സുന്ദരിയാടി അരവാരം തകതാളം തല്ലി അരമണിക്കിങ്ങിനി കിളി പാകി ഇവകളെന്തു ഭംഗി ഇവളിലെ കവിളിനെന്തു കാന്തി അതരമാം ത്രിമധുരം നുകരാൻ ഭാഗ്യമേകുഭവതി രണ്ട് മല്ലികപ്പൂ കണ്ട ചന്തമില്ല കരളേ ഉമ്മ വച്ചുണർത്താനരുതേ മോഹമില്ല കരളേ തകർക്കണം പട തടുക്കണം തലയെടുത്തു പോരിനി തുടങ്ങണം കരുത്തരായവരെല്ലാവരും ഇനി വീഴണം ഈ കറുത്ത സൂര്യന് മുമ്പിൽ എല്ലാം
ഇപ്പൊ താൻ വലിയൊരാളായിരിക്കണു. കോയിത്തമ്പുരാൻ വിദ്വാൻ എന്ന ബഹുമതി നൽകിയില്ലേ? ബഹുകേമായി. ഒരു കൃതി ഞാൻ രചിച്ചിട്ടുണ്ട്, ജാതിക്കുമ്മി. ശങ്കരാചാര്യരുടെ മനീഷാപഞ്ചകത്തിന് എൻ്റെ ചിന്തയിൽ വന്നൊരു വ്യാഖ്യാനമായി കരുതാം. നന്നായി. തന്നെ നോം കൊച്ചി മഹാരാജാവ് രാമവർമ്മ രാജയുടെ അടുത്തെത്തിക്കാം. ഇനി തന്റെ പഠനമൊക്കെ അവിടുന്നാകട്ടെ. ഇവിടെ ചടഞ്ഞുകൂടി കിടക്കേണ്ട ആളല്ല താൻ. പ്രസിദ്ധനാകും. മലയാള ഭാഷയെ മറക്കരുത്. ഈ കൊടുങ്ങല്ലൂർ കളരി ഭാഷയെ നവീകരിച്ച് പച്ചമലയാള ഭാഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചത് മറന്നു പോകരുത്. ഒരിക്കലുമില്ല. ഇവിടുത്തെ പഠനമാണ് ഈ കറുപ്പനെ പണ്ഡിറ്റാക്കിയത്. വെറും പണ്ഡിതനല്ല, കവി തിലകൻ പണ്ഡിറ്റ് KP കറുപ്പൻ. എന്താ എല്ലാവരും ഇങ്ങനെ നോക്കുന്നത്? ഇത് കൊടുങ്ങല്ലൂർ പുത്തൻ കോവിലകം. ഇവിടെ പണ്ട് കൊടുങ്ങല്ലൂർ കളരി എന്ന് വിഖ്യാതമായ പാഠശാല പ്രവർത്തിച്ചിരുന്നു. മലയാളത്തിൽ പച്ചമലയാളം എന്ന് വെച്ചാൽ സംസ്കൃത സ്വാധീനത്തിൽ നിന്ന് മുക്തമായ ഒരു സാഹിത്യ സംസ്കാരത്തിന് തുടക്കം കുറിച്ചത് ഇവിടെ നിന്നാണ്. ചരിത്രത്തിൽ നളന്ദ, തക്ഷശില എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലത്തെ ഒരു വിശ്വവിദ്യാലയം. വൈദ്യം, തർക്കം, ജ്യോതിഷം, വ്യാകരണം, മീമാംസ, കാവ്യരചന തുടങ്ങി എല്ലാ വിജ്ഞാന ശാഖകൾക്കും ഇവിടെ ഇടമുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനം, ജാതി മത ഭേദങ്ങളില്ലാതെ ഒട്ടനവധി പ്രതിഭകളെ ഇവിടെ പരിശീലിപ്പിച്ചിരുന്നു. ഞാൻ കെ വേണു. ആളുകൾക്കൊക്കെ നക്സൽ വേണു എന്ന് പറഞ്ഞാലേ അറിയൂ. 1970-കൾ മുതൽ ഇന്ത്യയിലെമ്പാടും വളർന്നു വന്ന നക്സലൈറ്റ് പ്രസ്ഥാനത്തിലായിരുന്നു. 79 മുതൽ 91 വരെ ആ പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയുമായി. അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലായി. 10ഓളം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ എഴുതി. ഒരു ജനാധിപത്യവാദിയുടെ വീണ്ടുവിചാരങ്ങൾ എനിക്കുമുണ്ടായി. ഇപ്പോൾ പ്രസ്ഥാനത്തിൽ ഇല്ല. എന്നോടൊപ്പം പ്രവർത്തിച്ച TN ജോയിയുടെ അനുസ്മരണത്തിന് വന്നതാ. TN ജോയിയും എന്നെപ്പോലെ ഈ നാടിനെ സൗന്ദര്യവൽക്കരിക്കാൻ നടന്ന ആളാണ്. ഈ മണ്ണ് എത്ര മനുഷ്യസ്നേഹികളെ സൃഷ്ടിച്ച മണ്ണാണ്. ഈ സംരംഭങ്ങളിലൊക്കെ ആണുങ്ങൾ മാത്രം പങ്കെടുത്തിട്ടുള്ളോ? സ്ത്രീകൾ ആരുമില്ലേ? മോളും എടുക്കെത്തിയ നല്ല ചോദ്യം. ഇതാണ് ഈ പുതിയ കാലത്തിൻ്റെ മാറ്റം. സ്ത്രീ പുരുഷ സമത്വം എന്നത് ഈ ചോദ്യത്തിൻ്റെ ആണിക്കല്ലാണ്. ഒട്ടേറെ സ്ത്രീകൾ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ അവർക്കൊക്കെ ഒരു മുഖമില്ലാതെ പോയി. പക്ഷെ 2 പേരെ മറക്കാൻ പറ്റില്ല. അത് ഈ കോവിലകത്തിൻ്റെ തന്നെ പുത്രിമാരാണ്. ഈ പുത്തൻ കോവിലകത്തിന് പടിഞ്ഞാറുള്ള ചിറക്കൽ കോവിലകത്താണെന്ന് മാത്രം. പാലിയം കോവിലകത്തിന് മുന്നിലൂടെ അവർണർക്ക് വഴി നടക്കുവാൻ വേണ്ടി നടത്തിയ പാലിയം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ധീര വനിതകളാണ് കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടിയും രമത തമ്പുരാട്ടിയും. കൊടുങ്ങല്ലൂരിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വനിതാ രാഷ്ട്രീയ പ്രവർത്തകയാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി. അവരാണ് ആദ്യമായി സ്വകാര്യ മേഖലയിൽ ഒരു ടെക്നിക്കൽ സ്ഥാപനം തുടങ്ങി വെച്ചത്. അയ്യോ അങ്കളെ, ഞാൻ വെറുതെ ചോദിച്ചതാ. മോള് ചോദിച്ച ചോദ്യം എന്നോടല്ല, ഈ സമൂഹത്തോടാണ്. പോരാട്ടങ്ങളും സാമൂഹ്യ മുന്നേറ്റങ്ങളും പുരുഷ കേസരികളുടെ മാത്രം കുത്തകയാവരുത് എന്ന നിലപാടാ എനിക്കും. നിങ്ങൾ കൊടുങ്ങല്ലൂർ കുറുമ്പക്കാവിൽ പോയോ? ഭരണിക്കാലമാണ്. കേരളത്തിലെ ക്ഷേത്ര ഉത്സവങ്ങളിൽ ഏറെ വ്യത്യസ്തമായ ഒന്നാണ് ഭരണി. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഭരണിക്കാലമായാൽ കുട്ടികളെ പുറത്തേക്ക് വിടില്ല. ഭരണിക്കാർ വരുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി നിർത്തും. പക്ഷേ ഭരണി കാണണം. മാറ്റി നിർത്തപ്പെട്ട അധസ്ഥിതരായ ക്ഷേത്രപ്രവേശനമില്ലാതിരുന്ന ഒരു വർഗത്തിന്, അല്ല, സമുദായങ്ങൾക്ക് കൽപ്പിച്ച് കിട്ടിയ ഒരു ദിനത്തിൻ്റെ ആരാധനാ സ്വാതന്ത്ര്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഭരണി. ഈ കുട്ടികൾക്ക് നീ അത് കാണിച്ചു കൊടുക്കണം. പ്രാകൃതമായ സാംസ്കാരിക ബിംബങ്ങളുടെ തകർച്ച അതിൽ കാണാം. അടിസ്ഥാന ജനതയുടെ വെളിച്ചപ്പെടൽ കാണാം. വാപ്പാ, തീർച്ചയായിട്ടും അത് കാണണം. കൊടുങ്ങല്ലൂരാണ് വീടെന്ന് പറഞ്ഞ അപ്പ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഭരണിപ്പാട്ട് അറിയുമെന്നാണ്. ഇത്തവണ അത് കാണണം. ആ, അങ്ങനെ ആവട്ടെ.
രാജേട്ടനല്ലേ? അതെ, ഞാൻ വി കെ രാജൻ. ഈ തിക്കിലും തിരക്കിലും എന്താ വേണ്ടത്? ഇത് സഖാവ് വി കെ രാജൻ, കൊടുങ്ങല്ലൂരിൻ്റെ ജനനേതാവായിരുന്നു. 5 തവണ MLA, കൃഷി വകുപ്പ് മന്ത്രി, അങ്ങനെ ജനഹൃദയത്തോട് ചേർന്ന് നിന്ന സഖാവ്. അല്ല, എനിക്ക് മനസ്സിലായില്ല. ഞാൻ ലത്തീഫ്, എറിയാടുന്ന. ഇപ്പോൾ ഒമാനിൽ ഞാനും മക്കളും തമ്മിൽ നടന്ന ഒരു തർക്കം ഇതുവരെ എത്തിച്ചു. ഇവൾക്ക് ഇംഗ്ലീഷ് ഹിസ്റ്ററി പഠിക്കണം. ഞാൻ പറഞ്ഞു നമ്മുടെ നാടിൻ്റെ ചരിത്രം കണ്ടറിയാം. മക്കളെ, ഇവിടുത്തെ ഓരോ മൺതരിയിലും ചരിത്രത്തിന്റെ ഒരുപാട് ശേഷിപ്പുകൾ കാണും. ഈ ക്ഷേത്രം തന്നെ ഒരു നീതികേടിന്റെ കഥ പറയുന്നതാണ്. പാണ്ഡ്യരാജാവിന്റെ നാട്ടിൽ മധുരയിൽ നിന്നും ഇവിടെ എത്തിയ കണ്ണകിയുടെ കഥ. നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. കിഴക്കേനടയിലെ OK യോഗം ഓഫീസിന്റെ ബാൽക്കണിയിൽ നിൽക്കാം. ഞാൻ ഏർപ്പെടാക്കാം. വരൂ. കണ്ണകിയുടെ ഭർത്താവായിരുന്ന കോവലനെ മോഷണക്കുറ്റം ആരോപിച്ച് പാണ്ഡ്യരാജാവ് തലയറുത്ത് കൊന്നുകളഞ്ഞു. പക്ഷേ കണ്ണകി തന്റെ പ്രിയതമന്റെ നിരപരാധിത്വം തെളിയിച്ചു. കോപം പൂണ്ട കണ്ണകി ഇടത്തെ മാറി പറിച്ചെറിഞ്ഞ് മധുര നഗരം ചുട്ടരിച്ചു. തെറ്റ് മനസ്സിലാകുമ്പോഴേക്കും കോവലൻ മരിച്ചിരുന്നു. പിന്നെ ചേരരാജ്യത്ത് വന്ന് സ്വർഗാരോഹണം ചെയ്തു എന്നാണ് ഐതിഹ്യം. ആ കണ്ണകിയെ ചേരരാജാവായ ചേരൻ ചെങ്കുട്ടവൻ ഇവിടെ പ്രതിഷ്ഠിച്ചു. ചെങ്കുട്ടവന്റെ സഹോദരൻ ഇളങ്കോവടികൾ എഴുതിയ ചിലപ്പതികാരം എന്ന തമിഴ് കാവ്യം ഈ കഥ പറയുന്നു. അത് എഴുതിയതും ഇവിടെ വെച്ചാണ്. ജുമാന, ദേ നോക്കിക്കേ. അത് പാലക്കവേലനാണ്. യുദ്ധത്തിൽ മുറിവേറ്റ ഭഗവതി ചികിത്സിക്കുന്നത് പാലക്കവേലനാണ്. പാലക്കവേലൻ കോവലിന്റെ പടിഞ്ഞാറേ നടയിൽ ഒരു പീഠമിട്ടിരിക്കും. അത് കഴിഞ്ഞാൽ പൂജ അകത്ത് നടക്കും. അതിന് തൃച്ചന്ദനചാർത്ത് എന്ന് പറയും. അത് കഴിഞ്ഞിട്ടാണ് കാവ് തീണ്ടൽ. നേരെ കുറെ ആയല്ലോ, എന്നിട്ടൊന്നും കാണുന്നില്ലല്ലോ. ഒന്ന് ക്ഷമിക്കു ജുമാന.
നാൾ കാവു തീണ്ടി കോഴിക്കല്ല് പട്ടുമൂടി ഭരണിനാളില് ഭഗവതിയുടെ തിരുനാളാടാ. നീരധാരികന്റെ ശിരം കൊയ്തെടുത്തോള് വേണ്ടും വരം തന്നെങ്ങളെ കാത്തിടുന്നോള് ശ്രീകുരുമ്പ കാവി കുടി കൊണ്ടിടുന്നോള് വിളി കേട്ടാലോ വിളി പുറത്തെത്തിടുന്നോള്. നാഗം ചിലമ്പ് മണി വട്ടക തൃശൂലം ചണ്ടവും നാന്തകം നാരിക ശിരസ്സും തലയോട്ടി പോൽ താലിമാല വട്ടത്തിൽ ഇരുകാതിലായി തോട സിംഹവും ഗജവും. അരയാലിലെ താളം പിടിച്ച് അരനാരുടൻ നിന്നു വിറച്ച് അല്ല മാമല്ല കൈലാസമെല്ലാം കൊടുങ്കാപത്തിൽ പൊള്ളിയൊലിച്ച് കുടിതാണ്ടവ താളമുയർന്ന് പുലിത്തോലുടലാട പറന്ന് തിരുനെറ്റിയിൽ ആഴിയെരിഞ്ഞ് പിന്നി വെൺമഴുതിയിൽ ചുവന്ന് ഇടിമിന്നലായി വന്നു പിറന്നവളെ ആരടതാരിക പോലിനുവാട പെണ്ണായി പിറന്നവൾ വെല്ലുവിളിച്ച് കാൽത്തള താളത്തിൽ ഭൂമി കുലുങ്ങി താരിക കോട്ട കുലുങ്ങി തുടങ്ങി അരയാലിലെ താളം പിടിച്ച് അരനാരുടൻ നിന്നു വിറച്ച് അല്ല മാമല്ല കൈലാസമെല്ലാം കൊടുങ്കാപത്തിൽ പൊള്ളിയൊലിച്ച്. കൊടുങ്ങല്ലൂരമ്മയെ കാണുവാൻ കാണിപ്പൊന്നും പണം വയ്ക്കുവാൻ. കൊടുങ്ങല്ലൂരമ്മയെ കാണുവാൻ കാണിപ്പൊന്നും പണം വയ്ക്കുവാൻ വരുന്നുണ്ട് ഭക്തർക്കുരുമ്പേ നിൻകാവിത്. രാരിക നിഗ്രഹം ചെയ്തു നീ ചെഞ്ചോരദാഹിയായി വന്നപ്പോൾ കലിയേറെ കാവിൽ തിവർക്കുന്നേ കോമരം. ചെമ്പട്ടൊടുത്തമ്മ ആടുന്നേ പള്ളിവാളേന്തിയങ്ങാർക്കുന്നേ ചുടുരക്തം തൂവും തിരുനാകു നീട്ടുന്നേ.
ചണ്ടമുണ്ടാർദിനി നിശേഷീകൃത രക്തബീജതനജേ നിത്യേ നിശുംഭാമഹേ ശുംഭധ്വംസിനി സംഹാരാശു ദുരിതം ദുർഗേ വാപ്പ, ഇതെന്റെ നാടും കൂടിയല്ലേ? അപ്പോൾ ഈ ചരിത്രം എന്റേതല്ലേ? എനിക്ക് നമ്മുടെ നാടിന്റെ ചരിത്രം പഠിച്ചാ മതി. ഇത് നമ്മുടെ നാടിൻ്റെ ഗതകാല ചരിത്രത്തിൻ്റെ ഒരു പരിച്ഛേദം. ഇനിയും ഉത്ഖനനം ചെയ്യപ്പെടേണ്ട സത്യങ്ങൾക്ക് കൊടുങ്ങല്ലൂർ എല്ലാ മനുഷ്യരെയും വിശ്വാസങ്ങളെയും ആരാധനാ സമ്പ്രദായങ്ങളെയും രണ്ടു കൈയും നീട്ടി സ്വീകരിച്ച നാട്. സ്നേഹത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മണ്ണ്. നമ്മൾ ആ ഭൂമിയുടെ മക്കളും ഒരമ്മയുടെ മക്കൾ. കൊടുങ്ങല്ലൂർ ഒരു സ്ഥലപ്പേര് മാത്രമല്ല, നൂറ്റാണ്ടുകൾ പിന്നിട്ട ചരിത്ര ഭൂമികയാണ്. പെരുമകളുള്ളിലുറഞ്ഞൊരു നാട്, പെരുമാളിൻ പുകളു നിറഞ്ഞു പരന്നൊരു നാട്, പരദേശിപ്പായ കപ്പലു വന്നൊരു നാട്, പലവേദക്കാരും വന്ന് കൊടുങ്ങല്ലൂര്, കടലോളം കഥയുള്ള കൊടുങ്ങല്ലൂര്, പലകാല പെരുമകളുള്ളിലുറഞ്ഞൊരു നാട്. കൈടലിന്റെ കൈവഴി പോലെ കവികൾ പിറന്നൊരു നാട്, മതിലകമുള്ളൊരു നാട്, ചിലപ്പതികാരത്തിൻ വീട്, കണ്ണകിയും കോവലനും കരളിൽ വിരിഞ്ഞൊരു നാട്, ഹസ്രത്ത് മാലിക് ദീനാറ് വന്നൊരു നാട്, തോമാശ്ലീഹ ഇറങ്ങിയ നാട്, സ്വാഹിബിന്റെ നാട്, പി ഭാസ്കരന്റെ നാട്, മാനവ സ്നേഹത്തിൻ അത്ഭുത ദ്വീപ്, പലകാല പെരുമകളുള്ളിലുറഞ്ഞൊരു നാട്. ചെങ്കൊടിയും ചെമ്പട്ടും പുതച്ചൊരു നാട്, മണപ്പാടനും സീതി സാഹിബും ഉള്ളിലുള്ള നാട്, ചെന്തമിഴിൻ ചിന്തുകളിൽ ഉണർന്നൊരു നാട്, വക്കം അബ്ദുൽ ഖാദറിനൊപ്പം വളർമയുള്ള നാട്, ലണ്ടൻ പറങ്കിയും ചേരചോള പാണ്ഡ്യനും യവനനും യഹൂദനും അറബിയും യൂറോപ്യനും മറന്ന നാട്, ഹായ് കൊടുങ്ങല്ലൂര്, പലകാല പെരുമകളുള്ളിലുറഞ്ഞൊരു നാട്.
കയ്യടി പോരാ, കയ്യടിയുടെ ഉഷാറ് പോരാ. ഈ ഒരു ഫ്രെയിം പൂർത്തിയാവണമെങ്കിൽ നമ്മളെ കൂടെ ഒരാൾ കൂടി വേണം, വേണ്ടേ? അതാരാ? നമ്മുടെ സ്വന്തം മുജീബ്. ഒരു ദൃശ്യാവിഷ്കാരം നടത്താൻ വേണ്ടി മാത്രം, അതായത് കൊടുങ്ങല്ലൂർക്കാർക്ക് കൊടുങ്ങല്ലൂർ ചരിതം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം ഇത്രയും വേദന സഹിച്ചിട്ട് ഇവിടെ വന്നത്. വലിയൊരു കയ്യടി. പോരാ, ഇത് പോരാ. അദ്ദേഹം സഹിച്ച വേദനയ്ക്ക് ഇത് പോരാ. വേണ്ടട്ടെ നിങ്ങളെ തടയുന്നത്. താങ്ക് യു എല്ലാവരോടും. ഇത് ഏകദേശം 1 മാസം മുന്നാണ് എൻ്റെ സ്ക്രിപ്റ്റ് പൂർണ്ണമായിട്ട് കിട്ടുന്നത്. ഇത് എഴുതിയത് സുരേഷ് കുമാർ എന്ന് പറയുന്ന നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ആളാണ്. വളരെ വലിയൊരു സ്ക്രിപ്റ്റായിരുന്നു. അപ്പോൾ അത് വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ കസേരയിലിരിക്കുന്ന നിങ്ങൾ എഴുന്നേറ്റ് പോകാതെ ഇത് കാണണം. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ ചേർത്ത് ചെയ്തത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് അറിഞ്ഞതിൽ സന്തോഷം. ഒരുപാട് നന്ദി. എപ്പോഴും കൂട്ടായ്മകൾ അല്ലെങ്കിൽ നമ്മളെ കുടുംബം പോലെയുള്ള കൂട്ടായ്മകൾ ഉണ്ടാകുമ്പോൾ നമ്മളിലൊരു വിശ്വാസം അർപ്പിക്കും. ആ വിശ്വാസത്തിൻ്റെ ഫലമാണ് സ്റ്റേജിൽ നിങ്ങൾ കണ്ടത്. ഒരു കുടുംബം പോലെ ഒരുമിച്ച് ചെയ്തതിൻ്റെ എല്ലാവരോടും സ്നേഹം, എല്ലാവരോടും നന്ദി. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും. ഫാമിലീസായിട്ട് ലൈറ്റ് നൈറ്റ് പ്രാക്ടീസ്. ശരിക്കും പറഞ്ഞാൽ ഇനി ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ, ഓൺലി 12 ഡേയ്സ് പ്രാക്ടീസ്. 12 ദിവസം അവർ ഡാൻസൊക്കെ നേരത്തെ കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലെ ഫോം ചെയ്തത് 12 ദിവസമാണ്. അതിലൊരു 7 ദിവസം കണ്ടിന്യൂസ് കളിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇവരെല്ലാവരും പൊളിച്ചു. അടിപൊളി, സൂപ്പർ, എനിക്കിഷ്ടപ്പെട്ടു. എന്തായാലും സന്തോഷം ഇത് ഇങ്ങനെ വന്നതിൽ. വളരെ മനോഹരമായിട്ട് ലൈറ്റ് ചെയ്ത അവളുടെ പേരെനിക്കറിയില്ല, നല്ല സൗണ്ട്. അൾട്ടിമേറ്റ് ടീമിനോട് ഒരുപാട് നന്ദി പറയുന്നു. അതോടൊപ്പം ഇതിൽ കളിച്ച എല്ലാ ഡാൻസുകളും കൊറിയോഗ്രാഫ് ചെയ്തത് മോനിഷയാണ്. പിന്നെ അതിനോടൊപ്പം ശ്രീവിദ്യ ടീച്ചർ, ക്ഷമിക്കാൻ ടീച്ചർ മുന്നോട്ട് വരും, സ്റ്റേജിലോട്ട് വരും. അപ്പോൾ മോനിഷയോടും ആ ടീമിനോടും എല്ലാവരോടും നന്ദി.